പ്രിയരെ, ഈ അധ്യാപക ദിനത്തിൽ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥി സമൂഹത്തിനും സ്നേഹാശംസകൾ അർപ്പിച്ചുകൊണ്ട് പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ്. സ്വാഗത ഭാഷണം നിർവഹിക്കുന്നതിന് യുവകവിയും മലയാള അധ്യാപകനുമായ കെ ഷിജിനെ ഹൃദയാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. പ്രിയ സുഹൃത്ത് ശ്രീജിത്ത് ശ്രീവിഹാറിൻ്റെ 2 പുസ്തകങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പലതവണ മാറ്റിവെക്കപ്പെട്ട ഒരു പ്രകാശന കർമ്മമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ലോക്ക്ഡൗണിൻ്റെ ഒരു മഹാവ്യാധിയുടെ ഈ അവസരത്തിൽ ലോകം മുഴുവൻ പുറത്തേക്ക് വരാതെ അകത്ത് തന്നെ അടച്ചിരിക്കേണ്ടി വരുന്ന ഈ കാലഘട്ടത്തിൽ പുറത്തേക്ക് പല കാര്യങ്ങളും വിളിച്ചു പറയാൻ ശ്രീജിത്ത് ശ്രീവിഹാർ സാഹിത്യം എന്ന മാധ്യമത്തെ ആയുധമാക്കുകയും അതിൻ്റെ ഔപചാരികമായ പ്രകാശനവുമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ശ്രീജിത്ത് ശ്രീവിഹാറിനെ പരിചയപ്പെട്ട നാൾ മുതൽ മനസ്സിൽ നിറയെ കവിതയും കഥയും സൂക്ഷിക്കുന്ന, അത് പറഞ്ഞു നടക്കാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും കവിതയും കഥയും ഒരുപാട് കഥകൾ കൈവശമുള്ള ഒരാൾ എന്ന രീതിയിലാണ്, ഒരു സുഹൃത്ത് എന്ന രീതിയിലാണ് ശ്രീജിത്ത് ശ്രീവിഹാറിനെ ഞാൻ നോക്കിക്കാണുന്നത്. പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അത്തോളിയിൽ പലരും കണ്ടും കേട്ടും മറന്നുപോയ സംഭവങ്ങളെ ചികഞ്ഞെടുത്ത് അത് ഓർമ്മയിൽ ജ്വലിപ്പിച്ചെടുത്തുകൊണ്ട് വായനക്കാരുടെ മുമ്പിലേക്ക് നൽകുകയാണ് ഓർമ്മമര ചുവട്ടിൽ ഉറങ്ങാതെ എന്ന് പറയുന്ന ഓർമ്മകളുടെ പുസ്തകത്തിൽ ശ്രീജിത്ത്. യഥാർത്ഥത്തിൽ സാഹിത്യത്തിൻ്റെ ധർമ്മം തന്നെ ഓർമ്മകളെ ജ്വലിപ്പിച്ചുകൊണ്ട് മറവികൾക്കെതിരെ നടത്തുന്ന ഒരു സമരം കൂടിയാണല്ലോ. ആ അർത്ഥത്തിലും ഈ പുസ്തകം വളരെ പ്രസക്തമാണ്. തീപ്പാതി എന്ന കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്യപ്പെടുന്ന മറ്റൊരു പുസ്തകം. ഒരു കവി എന്ന രീതിയിൽ കവിത പലർക്കും പല രീതിയിലാണ് കവിതയെ പലരും സമീപിക്കുന്നത്. ശ്രീജിത്തിനെ സംബന്ധിച്ചിടത്തോളം കവിത സാമൂഹികമായ യാഥാർത്ഥ്യങ്ങളെ പറ്റി പറയാനും അതിൻ്റെ വേദനകളെ വായനക്കാരുമായി പങ്കുവെക്കാനുമുള്ള ഒരു ഉപാധിയാണ്. കൃത്യമായ സാമൂഹിക ദൗത്യം നിർവഹിക്കുന്ന കവിതകളാണ് തീപ്പാതി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉള്ളത്. സ്വകീയമായ അനുഭൂതികളെ വാഴ്ത്തിപ്പാടുകയോ കാൽപ്പനികമായ ഒരു ലോകത്ത് അഭിരമിക്കുകയോ അല്ല ശ്രീജിത്ത് ചെയ്യുന്നത്. മറിച്ച് സാമൂഹികമായ ഉൽപ്പന്നം എന്ന രീതിയിൽ വായനക്കാരിലേക്ക് കവിതയെ എത്തിക്കുക എന്ന ധർമ്മമാണ് ശ്രീജിത്തിൻ്റെ കവിതകൾ നിർവഹിക്കുന്നത്. ശ്രീജിത്തിൻ്റെ ഓർമ്മകളുടെ പുസ്തകത്തെപ്പറ്റിയും കവിതാ സമാഹാരത്തെ പറ്റിയുമൊക്കെ വിശദമായി സംസാരിക്കാനും പരിചയപ്പെടുത്താനുമൊക്കെ പ്രഗത്ഭരായ ആളുകൾ തുടർന്ന് നമ്മോട് സംവദിക്കുന്നുണ്ട്. ഓർമ്മമര ചുവട്ടിൽ ഉറങ്ങാതെ എന്ന പുസ്തകത്തെ വായനക്കാരിലേക്ക് എത്തിക്കുന്നത് മലയാളത്തിൻ്റെ അനുഗ്രഹീതനായ കഥാകാരൻ ശ്രീ VR സുധീഷ് മാഷാണ്. മാഷെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഔപചാരികതയുടെ പേരിൽ, അക്ഷരങ്ങളുടെ പേരിൽ, സാഹിത്യത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ജയദേവൻ മാഷാണ്, VT ജയദേവൻ മാഷാണ് തീപ്പാതി എന്ന കവിതാ സമാഹാരത്തെ വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. VT ജയദേവൻ മാഷയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രസാധന രംഗത്ത് കുറഞ്ഞ കാലം കൊണ്ട് കീർത്തിമുദ്ര പതിപ്പിച്ച ഐബുക്സ് കേരളയാണ് ഈ 2 പുസ്തകങ്ങളും വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. ഐബുക്സ് കേരളയുടെ
സാരഥി ദീപ ടീച്ചറാണ് ഈ പരിപാടിയെ നിയന്ത്രിക്കുകയും അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്നത്. ദീപ ടീച്ചറെയും ഔപചാരികമായി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറുമൊഴിക്ക് വേണ്ടി നമ്മുടെ ഇന്ന് യഥാർത്ഥത്തിൽ ഈ 2 പുസ്തകങ്ങളിലൂടെ പ്രകാശിതമാകുന്നത് ഒരുപാട് കാലത്തെ ശ്രീജിത്ത് ശ്രീവിഹാറിൻ്റെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളെ നമുക്ക് വേണ്ടി പങ്കുവെക്കുവാനും സംസാരിക്കാനും എഴുത്തുകാരൻ നമ്മോട് കൂടെയുണ്ട്. എഴുത്തുകാരനെയും വായനക്കാർക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇത് കാണുന്ന ലക്ഷോപലക്ഷം ആളുകൾ ഇത് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഈ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിൽ ഉള്ള എല്ലാവരെയും, സഹൃദയരെയും വായനക്കാരെയും, മലയാളത്തിലെ എഴുത്തുകളെ, കാമ്പുള്ള എഴുത്തുകളെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും സാദരം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ശ്രീജിത്ത് ശ്രീവിഹാറിൻ്റെ ഓർമ്മമരച്ചുവട്ടിൽ ഉറങ്ങാതെ എന്ന ഓർമ്മ പുസ്തകവും തീപ്പാതി എന്ന കവിതാ സമാഹാരവും പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിൽ iBooksന് വളരെയധികം സന്തോഷമുണ്ട്. നാം പരസ്പരം പരമാവധി അകന്ന് ഓരോ തുരുത്തുകളായി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഈ പുസ്തകത്തിൻ്റെ വായന നമ്മളെ കൂടുതൽ അടുപ്പിക്കും, മാനസികമായി സന്തോഷം തരും, ഉന്മേഷം തരും എന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ഓർമ്മ പുസ്തകം മലയാള സാഹിത്യത്തിൽ വളരെ ഒരു നല്ല വായന കിട്ടും. ഈ പുസ്തകത്തിന് വായന ലഭിക്കുമെന്നുള്ളതിൽ നമുക്കൊരു സംശയവുമില്ല. കാരണം ഇത് ഒരു സാമൂഹികമായ ഒരു ഓർമ്മയാണ്. ഇതൊരു വ്യക്തി എന്നതിലപ്പുറം ഒരു കാലത്തിൻ്റെ രേഖപ്പെടുത്തൽ ഈ പുസ്തകത്തിലുണ്ട്. അത് വളരെയധികം വായിക്കപ്പെടേണ്ടതുമാണ്, വായിക്കപ്പെടുകയും ചെയ്യും. ഒരു മനുഷ്യരും ഒറ്റയ്ക്കല്ല. ഇന്ന് നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഉപാധികളാലാണ് നമ്മളെ ഇന്ന് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ബന്ധങ്ങളും ഒരുപാട് ഉപാധികൾ വെച്ചുകൊണ്ടാണ് നമ്മളിന്ന് കാത്തു സൂക്ഷിക്കുന്നത്. ഒരു ഉപാധികളുമില്ലാതെ നന്മകളാൽ മാത്രം ഒരു ഗ്രാമം എങ്ങനെ കണ്ണി ചേർക്കപ്പെട്ടിരുന്നു ഇന്ന് വ്യക്തമായി വിശദീകരിക്കുന്നതാണ് ഈ ഓർമ്മ പുസ്തകം. ഭാഷ കൊണ്ടും പ്രമേയം കൊണ്ടും വളരെ ഉന്നത നിലവാരമുള്ള ഈ പുസ്തകം, ഈ 2 പുസ്തകങ്ങളും മലയാള ലോകം, വായനാ ലോകം സ്വീകരിക്കുമെന്നതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. ശ്രീജിത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷസ്ഥാനം വഹിക്കുക എന്നതാണ് എൻ്റെ ഔപചാരികമായ കർത്തവ്യം. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്, ഓർമ്മ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനായ VR സുധീഷ് മാഷാണ്. മാഷ് iBooksമായി വളരെയധികം ഞങ്ങളെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഞങ്ങളുടെ ഒരു ഗുരുനാഥനാണ്. അതിലും ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. പിന്നീട് ഈ കവിത പ്രകാശനം ചെയ്യുന്നത് VT ജയദേവ് മാഷാണ്. മാഷും വളരെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട കവിയാണ് മലയാളത്തിൻ്റെ. മാഷും നമ്മുടെ വളരെ അടുത്ത ആളാണ്. ആ കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. ഈ 2 പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്നതിനായി അവർക്ക് വേദി ഉണ്ട്. പ്രകാശനം ചെയ്യുന്നതിനായി സുധീഷ് മാഷെ ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരെ, ശ്രീജിത്ത് ശ്രീവിഹാർ എഴുതിയ ഓർമ്മമര ചുവട്ടിൽ ഉറങ്ങാതെ എന്ന പുസ്തകത്തിൻ്റെ ഔപചാരികമായ ഡിജിറ്റൽ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. കോഴിക്കോട് iBooks പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പുകളുടെ ഈ സമാഹാരം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓർമ്മമര ചുവട്ടിൽ ഉറങ്ങാതെ എന്ന ഈ ഓർമ്മകളുടെ സംഗ്രഹം പേര് സൂചിപ്പിക്കുന്നത് പോലെ ശ്രീജിത്തിൻ്റെ കഴിഞ്ഞ ഏകദേശം ഒരു 1/2 നൂറ്റാണ്ട് കാലത്തെ ജീവിതത്തിൻ്റെ
ഓർമ്മകളെ പിടിച്ചെടുക്കുകയാണ്. ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പരിചിതമായ എത്രയോ ഓർമ്മകൾ ഇതിൽ അനുഭവിക്കാൻ സാധിക്കും. കഴിഞ്ഞ ഒരു 50 വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ വടക്കേ മലബാറിൽ ജീവിച്ച ഏതൊരു മനുഷ്യനും ഈ ഓർമ്മ മരത്തിൽ നിന്ന് ധാരാളം ഇറുത്തെടുക്കാനുണ്ട്. ശ്രീജിത്തിൻ്റെ ഓർമ്മകൾ പലപ്പോഴും എൻ്റെ ഓർമ്മകളായിട്ട് എനിക്ക് തോന്നുകയുണ്ട്. ശ്രീജിത്തിൻ്റെ പള്ളിക്കൂടം, നടന്നു പോകുന്ന വഴികൾ, വഴിയോര കാഴ്ചകൾ, അത്തോളിയിലെ പഴയ സിനിമാ ടാക്കീസ്, പുരമേയലൊക്കെ ഇന്നില്ല, പുരകെട്ടൊന്നും ഇന്നില്ല. പോയ കാലത്തെ ഏറ്റവും നിറവുള്ള ഒരു ഓർമ്മയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പുരകെട്ട് അഥവാ പുരമേയൽ എന്നുള്ളത്. അതൊരു അസാധാരണ കല തന്നെയാണ്. പുരമേയാൻ വേണ്ടി വരുന്ന മനുഷ്യർ കാണിക്കുന്ന ആ ഒരു പ്രാവീണ്യം, അത് നമ്മൾ കണ്ടിരുന്ന അമ്പരന്ന് പോകും. അത്രയ്ക്ക് കൗതുകകരമായ കാഴ്ചയാണ്. അത്തരം ധാരാളം കാഴ്ചകൾ, ധാരാളം കേട്ടറിവുകൾ ഒക്കെയും കൊണ്ട് സമ്പന്നമാണ് ഈ ഓർമ്മ മരച്ചുവട്. ഈ പുസ്തകം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഉറങ്ങാതെ ഇത് വായിച്ചു തീർക്കാനുള്ള ഒരു കൗതുകം ഉണ്ടാകും. കാരണം ശ്രീജിത്തിൻ്റെ ഓരോ ഓർമ്മയും നമ്മുടെ ആത്മാവിനെ തൊടുന്ന ഓർമ്മയാണ്. ഇതിലെ ഓരോ മനുഷ്യർക്കും സദൃശരായിട്ട് നമ്മുടെ ജീവിതത്തിലുമുണ്ട് ഒരുപാട് മനുഷ്യർ. ശ്രീജിത്ത് പരിചയപ്പെടുത്തുന്ന അധ്യാപകർ, സുഹൃത്തുക്കൾ, കളിക്കൂട്ടുകാർ, ഇവരൊക്കെയും സമാന ഹൃദയരായിട്ട് നമ്മുടെയും കളിക്കൂട്ടുകാരാണ്. അത്തരത്തിലുള്ള ഒരു പുസ്തകം മലയാള ഭാഷയ്ക്ക് നമുക്ക് സമ്മാനിച്ച ശ്രീജിത്തിനെ ഞാൻ അഭിനന്ദിക്കട്ടെ. ഓർമ്മ മരച്ചുവട്ടിൽ ഉറങ്ങാതെ എന്നുള്ള പുസ്തകം നിങ്ങൾ വായിക്കുക. നന്ദി. തീപ്പാതി എന്ന ഈ പുസ്തകം, കവിതാ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി VT ജയദേവ് മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം. ഒരു വൃക്ഷം അതിൻ്റെ വേരുകൊണ്ട് അനേക കാലം ഭൂമിയെ മനനം ചെയ്യുകയും ചേലുകൾ കൊണ്ട് വളരെ കാലം ആകാശത്തെ, വെയിലിനെ, നക്ഷത്രങ്ങളെ മനനം ചെയ്യുകയും ചെയ്തതിൻ്റെ ശേഷം ഒരു ദിവസം പെട്ടെന്ന് മരത്തിന് ബോധോദയുണ്ടാകുന്നു. ആ ബോധോദയാണ് മരത്തിൻ്റെ പൂക്കൽ. അതുപോലെ ജീവിതം അനുഭവിച്ച ഒരാൾക്ക് ജീവിതത്തിൻ്റെ മണ്ണിനെ വേരുകൊണ്ടും ജീവിതത്തിൻ്റെ വിഹായസിനെ ശിഖരങ്ങൾ കൊണ്ടും ഇലകൾ കൊണ്ടും മനനം ചെയ്ത ഒരു മനുഷ്യന് ആന്തരികമായ ഒരു ഉണർവുണ്ടാകുമ്പോൾ അയാളിൽ നിന്ന് ഉണ്ടാകുന്ന പൂക്കളാണ് കവിതകൾ. നമുക്കെല്ലാവർക്കും ആ സത്യം അറിയാം. മനുഷ്യജീവിതത്തിന് പ്രകൃതിയിൽ നിന്നുള്ള, പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരുപക്ഷെ ദൈവിക എന്ന് പറയാവുന്ന ഉദ്ദീപനാണ് കവിത. അത് കവിക്കായാലും വായനക്കാരനായാലും. മനുഷ്യജീവിതത്തിന് 3 വിധാനങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ചിന്തയുടെ വിധാനം, വികാരങ്ങളുടെ വേറെ ഒരു വിധാനം. ചിന്തയും വികാരങ്ങളും ശമിക്കുമ്പോഴുണ്ടാകുന്ന ആന്തരികമായ മൗനം നിറഞ്ഞ, ഒരു പക്ഷേ ആത്മീയം എന്ന് വിശേഷിപ്പിക്കാറുള്ള ഒരു വിധാനം. മനുഷ്യന്റെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന കവിതകളുണ്ട്, വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന കവിതകളുണ്ട്. വളരെ കുറച്ചായിട്ടെങ്കിലും
ആന്തരാനുഭൂതിയെ, ആത്മീയാനുഭൂതിയെ ഉണർത്തുന്ന കവിതകളുമുണ്ട്. മനുഷ്യരിൽ വളരെ അധികം പേര് വികാരത്തിൻ്റെ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വികാരാനുഭൂതികളുടെ ലോകത്ത്, ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും സ്പർശങ്ങളുടെയും മണങ്ങളുടെയും നിറങ്ങളുടെയും ഒക്കെ ലോകത്ത്, ആ ലോകത്ത് ജീവിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആന്തരിക സുഖങ്ങളെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമായി ആഘോഷിക്കുന്നവരാണ്, അനുഭവിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ജനങ്ങളും. അതുകൊണ്ട് കവിതയിലും മഹാഭൂരിപക്ഷം കവിതകൾ ഇങ്ങനെ വികാരത്തിൻ്റെ വിധാനത്തിൽ സഞ്ചരിക്കുന്ന കവിതകളാണ്. വികാരത്തിൽ നിന്ന് തുടങ്ങുകയും വികാരത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന കവിതകൾ. ചിന്തയുടെ ഉണർവുണ്ടാക്കുന്ന ചിന്താപരമായ കവിതകളും കുറേ കവിതകളുണ്ട്. പക്ഷേ നാരായണ ഗുരുവിനെ പോലെ മഹാമനുഷ്യര്, ആചാര്യന്മാര്, അവരിൽ നിന്ന് പുറപ്പെടുന്ന ആത്മീയ അനുഭൂതി തരുന്ന കവിതകൾ ഈ ലോകത്ത് വളരെ കുറച്ചാണ്. ഒരു മനുഷ്യന് പ്രാപിക്കാനുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്ത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് പലർക്കും പല ഉത്തരം അതിന് ഒരു പക്ഷേ തോന്നുന്നുണ്ടാവും. ഇങ്ങനെ സുഖാനുഭവങ്ങളിലൂടെ കടന്നുപോയി അവസാനിക്കുന്നതായി ജീവിതത്തെ വിചാരിക്കുന്നവരുണ്ടാവും. നേരെമറിച്ച് ആത്യന്തികമായിട്ടുള്ള ആത്മീയ അനുഭൂതിയാണ് ജീവിതത്തെ എൻ്റെ പരമമായ ലക്ഷ്യം എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ടാവാം. എന്തായാലും കവിതയുടെ ലോകം ആ സത്യങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള പ്രാപ്തി മനുഷ്യന് നൽകുന്നു എന്നുള്ളതാണ് പ്രധാനം. ഒരാളുടെ കവിതയെ മനസ്സിലാക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തെ മനസ്സിലാക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഏതോ ഒരു ഘട്ടത്തിൽ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിൻ്റെ പ്രകാശമാണ് കവിത. അതായത് ഒരു കവിതയിലൂടെ പുറപ്പെടുന്നത് ഒരു മനുഷ്യൻ്റെ, അയാൾക്ക് ഒരിക്കലും അയാൾ എത്ര വിചാരിച്ചാലും മറച്ചു പിടിക്കാനാവാത്ത അയാളുടെ ജീവിതത്തിൻ്റെ സത്യമാണ്. ജീവിതത്തിൻ്റെ സത്യമായ കവിത എത്ര പരിമിതി ഉണ്ടെങ്കിലും എത്ര ദൗർബല്യങ്ങളുള്ളതാണെങ്കിലും അത് വായിക്കുന്ന ആളിൽ ഒരു ഉദ്ദീപനം ഉണ്ടാക്കും, ഒരു ഇളക്കം ഉണ്ടാക്കും. അയാളെ തൊടും, അയാളെ കണ്ണുകൾ നനയ്ക്കും. അയാളിൽ ഒരു ആമ്പലപ്പൂവിൽ നിലാവ് ചെയ്യുന്നത് എന്താണോ അത് ചെയ്യും. അയാളുടെ ഹൃദയത്തിൻ്റെ ദലങ്ങൾ വിടരുന്നതായിട്ട് അയാൾക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളെ മനുഷ്യ സംസ്കാരം ഉദയം കൊണ്ടത് മുതൽ തന്നെ കവിതയുടെ നേർത്ത ചിലമ്പൊലികൾ, നേർത്ത നക്ഷത്ര വെളിച്ചം മനുഷ്യനോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒരു കവിത മനുഷ്യ സംസ്കാര വൃക്ഷത്തിൻ്റെ പൂവാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ കവിതയിലേക്ക് എത്തുമ്പോൾ, ഒരാൾ കവിത എഴുതാൻ തുടങ്ങുമ്പോൾ അയാളുടെ പൂക്കാലം ആരംഭിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. അതൊരു ഒറ്റ കവിതയാവാം, ഒരു കവിതാ സമാഹാരമാവാം, ഇനി ഒരു മൗന കവിത പോലും ആവാം. ഒരു മനുഷ്യൻ ഈ ജീവിതത്തിന് പകരമായി, അയാൾക്ക് ജീവിതം മുഴുവൻ കൊടുത്തതിന് പകരമായി പ്രപഞ്ചത്തിന് സമ്മാനിക്കുന്ന അവസാനത്തെ പുഞ്ചിരിയാണ് ഒരു പക്ഷേ കവിത. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം തുടങ്ങുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, പ്രാണൻ പൊട്ടിയിട്ടുള്ള ഒരു നിലവിളിയിൽ നിന്നാണ്. ആ നിലവിളിക്ക് ശേഷമാണ് അയാൾ ഭൂമിയിലേക്ക് വരുന്നത്. പതുക്കെ പതുക്കെ നിലവിളികളിലൂടെ, വീഴലുകളിലൂടെ, മുറിവുകളിലൂടെ, വേദനകളിലൂടെ ഒരു മനുഷ്യൻ ചിരിക്കാൻ പഠിക്കുന്നു. അവസാനം മൃതിയുടെ മുഖത്ത് നോക്കി ഒരു ഇളയ പുഞ്ചിരി സമ്മാനിച്ച് ഒരു മനുഷ്യൻ എന്നേക്കും പ്രപഞ്ചത്തിലേക്ക് അലിയും. സത്യം പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ അയാൾക്കിനി ദേഹം ആവശ്യമില്ല, അയാൾക്കിനി സഞ്ചരിക്കാൻ വാഹനം ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾക്ക് പൂർണ്ണമായിട്ടും പ്രപഞ്ചത്തിലേക്ക് അലിയാമെന്നുള്ള ബോധ്യം വരുമ്പോൾ അയാൾ പ്രപഞ്ചത്തിൽ സൂക്ഷ്മ സത്തയിലേക്ക് പൊലിഞ്ഞു പോകലാണ്. അങ്ങനെ പൊലിഞ്ഞു പോകുമ്പോൾ ഒരു മനുഷ്യൻ പ്രപഞ്ചത്തെ നോക്കി, ജീവിത സത്യത്തെ നോക്കി ചിരിക്കുന്ന ചിരിയാണ് ഒരു പക്ഷേ ഒരാളുടെ കവിത. അങ്ങനെ കവിതയിലേക്ക് വന്ന, അല്ലെങ്കിൽ കവിതയിലൂടെ സഞ്ചരിക്കുന്ന ശ്രീജിത്ത് എന്ന ഈ കവിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ നിലാവുകളെ
ഏറ്റെടുത്ത്, ജീവിതത്തിൻ്റെ ഉദ്ദീപനങ്ങളെ ഏറ്റെടുത്ത്, നിലാവിൻ്റെ ഉദ്ദീപനങ്ങളെ ഏറ്റെടുത്ത് ആമ്പലപ്പൂവായിട്ട് നിത്യമായി വിരിയാൻ പറ്റട്ടെ. ഒരുപാട് പ്രാവശ്യം ഈ ഏകാന്തതയിലിരുന്ന് ഒരു രാപ്പാടിയെ പോലെ അദ്ദേഹത്തിന് സ്വയം മറന്ന് പാടാൻ കഴിയട്ടെ. മനുഷ്യൻ എന്ന പരിമിതികളെ മറന്നുകൊണ്ട് പ്രപഞ്ചം എന്ന മഹാവിഹായസിലേക്ക് അദ്ദേഹത്തിന് പലപ്പോഴും ചിറകടിച്ചുയരാൻ കഴിയട്ടെ. ഇതിനപ്പുറം എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യനെ പ്രാപിക്കാനാവുന്ന മറ്റൊരു അനുഭൂതിയും ഇല്ല എന്ന്. ശ്രീജിത്തിൻ്റെ തീപ്പാതി എന്ന പുസ്തകത്തിലെ ഒരു കവിത വായിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. 9-ാം വളവ്. 9-ാം വളവിൽ നിന്ന് നോക്കുമ്പോൾ നിന്റെ വലിയ വീടും എൻ്റെ ചെറിയ വീടും ഒറ്റ ക്യാൻവാസിലാണ്. 9-ാം വളവിൽ നിന്ന് നോക്കുമ്പോൾ നിന്റെ വലിയ വീടും എൻ്റെ ചെറിയ വീടും ഒറ്റ ക്യാൻവാസിലാണ്. 9-ാം വളവിൽ നിന്ന് നോക്കുമ്പോൾ നിന്റെ ഗ്യാസ് അടുപ്പിലെ പുകയും എൻ്റെ കല്ലടുപ്പിലെ പുകയും ഒറ്റ ക്യാൻവാസിലാണ്. 9-ാം വളവിൽ നിന്ന് നോക്കുമ്പോൾ ഇന്നലെ മരിച്ചവൻ്റെ അന്ത്യശ്വാസവും ഇന്നലെ ജനിച്ചവൻ്റെ പുതുശ്വാസവും ഒറ്റ ക്യാൻവാസിലാണ്. 9-ാം വളവിൽ നിന്ന് നോക്കുമ്പോൾ നാടും നഗരവും റോഡും ഇടവഴിയും തീപ്പെട്ടിയിൽ അടയ്ക്കപ്പെടും അമൂർത്ത സ്വപ്നങ്ങളാണ്. 9-ാം വളവിൽ നിന്ന് നോക്കുമ്പോൾ നീയും ഞാനും എന്നോ മരിച്ച നക്ഷത്രങ്ങളുടെ പുനർജനിയാണ്. 9-ാം വളവിൽ നിന്ന് നോക്കുമ്പോൾ നീയും ഞാനും എന്നോ മരിച്ച നക്ഷത്രങ്ങളുടെ പുനർജനിയാണ്. ഈ 9-ാം വളവിൽ നിന്ന് ശ്രീജിത്തിന് ജീവിതത്തെ പല പ്രാവശ്യം നോക്കിക്കാണാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് നടക്കാവ് ഗേൾസ് സ്കൂൾ ഹെഡ് മാസ്റ്ററും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറുമായ അത്തോളിക്കാർക്ക് ഏറെ പ്രിയങ്കരനായ എം ജയകൃഷ്ണൻ മാഷാണ്. മാഷെ സഹർഷം ക്ഷണിക്കുന്നു. ശ്രീജിത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 8ാം ക്ലാസ്സിലെ സയൻസ് ക്ലാസ്സിലാണ്. അന്ന് ഞാൻ ഫിസിക്സും കെമിസ്ട്രി ആയിരുന്നു അന്ന് 8ാം ക്ലാസ്സിൽ എടുത്തിരുന്നത്. ബോധി എന്നുള്ള ഒരു ട്യൂഷൻ സെൻറ്റർ. ആ ട്യൂഷൻ സെൻറ്ററിൽ അന്ന് പഠിച്ചിരുന്നവരിൽ കൂടുതൽ പേരും നമുക്ക് നേരിട്ട് അറിയാവുന്നവരുടെ മക്കൾ തന്നെയായിരുന്നു. ശ്രീജിത്തിനെ സംബന്ധിച്ചോളം ശ്രീജിത്തിനെ മാത്രമല്ല, ശ്രീജിത്തിൻ്റെ കുടുംബത്തെ മൊത്തം എനിക്ക് നല്ല പരിചയമായിരുന്നു. അതായത് വാസുകേട്ടനായാലും ശ്രീജിത്തിൻ്റെ അമ്മയായാലും ഇവൻ്റെ അനിയനായാലും എല്ലാവരുമായിട്ടും നല്ല ബന്ധമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സ്വാതന്ത്ര്യം ശ്രീജിത്തിന് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് ശ്രീജിത്തിൻ്റെ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഇപ്പൊ സയൻസ് ഒക്കെ എടുക്കുമ്പോൾ ശ്രീജിത്ത് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ചില പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ചില ഭ്രാന്തൻ ചോദ്യങ്ങൾ വരെ ശ്രീജിത്ത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു ഓർമ്മ ഉണ്ട്. അതായത് നമ്മൾ ഒറ്റയടിക്ക് കേട്ടാൽ തോന്നുന്നു എന്താ ഇതിനൊരു അർത്ഥമില്ലാത്ത ചോദ്യമാണല്ലോ. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോ അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ഭാവനാത്മകമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അത് വേറിട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ തരത്തിൽ ശ്രീജിത്ത് അന്നേ തന്നെ ഞങ്ങളുടെ ഒക്കെ തന്നെ ഇടയിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു. അപ്പൊ പഠനത്തിലും നല്ല മുന്നോക്കം നിൽക്കുന്ന കുട്ടിയായിട്ട് തന്നെയാണ് ശ്രീജിത്ത് അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് പലപ്പോഴും ഈ നഷ്ടപ്പെട്ട ബാല്യം എന്ന് പലരും പറയുമ്പോൾ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റാത്ത ഒരാളാണ്. ശ്രീജിത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെ ശ്രീജിത്ത് ഇപ്പോൾ ഓർത്തെടുക്കുക എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അന്ന് ഒരു കുട്ടി ഏത് രീതിയിലായിരുന്നു ഇടപെടേണ്ടിയിരുന്നത്, കളിക്കേണ്ടിയിരുന്നത്, പഠിക്കേണ്ടിയിരുന്നത്, ചിലപ്പോ ഒരു അന്നത്തെ ഒരു ചുറ്റുപാടിൽ കുടയില്ലാതെ മഴയത്ത് പോവുക, ഈ ചളിവെള്ളത്ത് കളിക്കുക, അതുപോലെ ഓടിക്കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു കുട്ടി അന്ന് ചെയ്തിരുന്നത്. അതുകൊണ്ട് അന്നത്തെ ഒരു കാരണവശാലും അത് നഷ്ടപ്പെട്ട ബാല്യമല്ല. ആ ബാല്യത്തിൽ എന്തെല്ലാം ശ്രീജിത്തിന് ചെയ്യാണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ശ്രീജിത്ത് ചെയ്തിട്ടുണ്ട്. അന്നും സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവല് അതുപോലുള്ള മത്സരങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കുകയും അതിലൊക്കെ തന്നെ നല്ല നിലവാരം പുലർത്തുകയും ചെയ്തിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് ശ്രീജിത്തിനെ എപ്പോഴും ഓർത്തെടുക്കാൻ കഴിയുന്നത്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഒരു ബാല്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ അർത്ഥമല്ല. ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എല്ലാ കാലത്തും ബാല്യം ഒരാൾക്ക് ഉണ്ടാവുന്നത് അസ്വാഭാവികം. ആ കാലഘട്ടത്തിൽ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പൊ നമുക്ക് പറയാം ചില കുട്ടികൾക്കെങ്കിലും ഇപ്പോൾ ബാല്യം നഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഒരു കുട്ടിയിൽ നിന്നും അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെല്ലാമാണോ കിട്ടേണ്ടത് അതിപ്പോ കിട്ടുന്നില്ല എന്ന് വേണം നമുക്ക് പറയാം.
പക്ഷെ ആ കാലഘട്ടത്തിൽ മിക്കവാറും കുട്ടികൾക്ക് എന്തെല്ലാമാണ് ഒരു കുട്ടിത്തത്തിന് വേണ്ടത് അതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ ശ്രീജിത്തിന്റെ വേറിട്ടുള്ള ഒരു ആഖ്യാന ശൈലി ഞാൻ വാട്സപ്പിലൊക്കെ തന്നെ ശ്രീജിത്തിന്റെ ചില ആലേഖനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വായിച്ചെടുക്കുമ്പോൾ ഒക്കെ തന്നെ അതിനൊരു പ്രത്യേകത നമുക്ക് കാണാമായി. ആ എഴുത്തിന്റെ ശൈലിയിലുള്ള പ്രത്യേകതയാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന ചില കാര്യങ്ങളായിരിക്കും പറയുന്നത്, പക്ഷെ ആ പറയുന്നതിലുള്ള ഒരു വ്യത്യാസം, വേറിട്ട രീതി, അത് ശ്രീജിത്തിനെ ആദ്യമേ തന്നെ ശ്രദ്ധേയനാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് കുറെ കാലമായിട്ട് ഈ വാട്സപ്പിലൂടെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എങ്കിലും ശ്രീജിത്ത് പലപ്പോഴും എനിക്കൊക്കെ തന്നെ ഒരുപാട് അപ്രീസിയേഷൻ തരാറുണ്ടായിരുന്നു. അതായത് ശ്രീജിത്ത് പഠിച്ചു പോയി കുറെ കാലം കഴിഞ്ഞ് ജോലി കിട്ടിയ ശേഷവും ശ്രീജിത്ത് എന്നെയൊക്കെ തന്നെ പ്രത്യേകം വിളിക്കുകയായിരുന്നു. അതിലെനിക്ക് വലിയ അഭിമാനമായിരുന്നു. കാരണം ഇങ്ങനെ വേറിട്ട ഒരു ശൈലി പുലർത്തുന്ന ഒരാൾ നമ്മളെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. അപ്പൊ അത്തരത്തിൽ ഇടയ്ക്കിടെ ശ്രീജിത്തിന്റെ ചില മെസ്സേജുകൾ ഉണ്ടാവാറുണ്ട്, ചില അന്വേഷണങ്ങൾ, സ്നേഹ അന്വേഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല ഇപ്പം ഇറക്കിയിരിക്കുന്ന 2 പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളിലും ഓർമ്മിച്ചെടുക്കുകയാണ് ബാല്യത്തെ, 10-30 കൊല്ലം മുമ്പെയുള്ള കാര്യങ്ങളായി. ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളാണ് ഈ കാലഘട്ടത്തിൽ. ചരിത്രത്തിൽ ജീവിക്കാനൊന്നുമല്ല ചരിത്രം നമ്മൾ പഠിക്കുന്നത്. ചരിത്രം പഠിക്കുന്നത്, ചരിത്രത്തിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അത് ഭൂതകാലത്തിൽ ജീവിക്കാനല്ല, വർത്തമാന കാലഘട്ടത്തെ സമ്പുഷ്ടമാക്കാനാണ്. ആ ചരിത്രത്തിലെ നമ്മുടെ അനുഭവങ്ങൾ ഉപയോഗിച്ച് വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കാനും ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാവാനും വേണ്ടി നമ്മൾ ചരിത്രം പഠിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ബാല്യകാലത്തെ ഈ ഓർത്തെടുക്കൽ എന്ന് പറയുന്നത് വളരെ സവിശേഷതയാണ്. മിലാൻ കുന്ദേര ആണെന്ന് തോന്നുന്നു, എനിക്ക് സംശയമാണ്. മിലാൻ കുന്ദേര പറഞ്ഞിട്ടുള്ളത് ഈ ഓർമ്മപ്പെടുത്തലുകളും വിപ്ലവ പ്രവർത്തനമാണ്. അതുകൊണ്ട് ശ്രീജിത്ത് നടത്തുന്ന ഈ ഓർമ്മപ്പെടുത്തലുകളും ഒരു വിപ്ലവ പ്രവർത്തനമായിട്ട് കാണാം എന്ന് ഞാൻ പറയാണ്. ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രശസ്തനും അത്തോളിക്കാരനുമായ KSU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KM അഭിജിത്തിനെ ആശംസാ ഭാഷണത്തിനായി ഹൃദയാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഏറെ സന്തോഷമുള്ള സന്ദർഭമാണ്. വ്യക്തിപരമായും ഒരു പ്രദേശത്തുകാരൻ എന്ന രീതിയിലും ഏറെ പ്രിയങ്കരനായ സഹോദരൻ ഗുരുനാഥൻ ശ്രീജിത്ത് ശ്രീവിഹാർ, അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ബാല്യകാല സ്മരണകളെ ഉണർത്തിക്കൊണ്ട് ഓർമ്മ വരച്ചുവട്ടിൽ ഉറങ്ങാതെ എന്നുള്ള ബാല്യകാല സ്മരണകളും തീപ്പാതി എന്ന കവിതാ സമാഹാരവും നാടിന് മുൻപിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ഒരു നാടിന്റെ, ഒരു തലമുറയുടെ മാത്രമല്ല, ഒരു നാടിന്റെ ആകമാനം ബാല്യകാല സ്മരണകളെ ഉണർത്തിക്കൊണ്ടാണ് ഓർമ്മ വരച്ചുവട്ടിൽ ഉറങ്ങാതെ നാടിന് മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം തീർത്തും അർത്ഥവത്തായ വരികളിലൂടെ നാടിനെ പോലും പ്രകമ്പനം കൊള്ളിക്കുന്ന വരികളുമായി തീപ്പാതിയും പുറത്തിറങ്ങുന്നു. പ്രിയപ്പെട്ട ശ്രീജിത്ത് ശ്രീവിഹാർ അദ്ദേഹം എടുത്ത ഒരു വലിയൊരു എഫേർട്ട്, ആ ഒരു വലിയ പ്രതിബദ്ധതയ്ക്ക്, നാടിനോട് കൂടിയുള്ള പ്രതിബദ്ധതയ്ക്ക് കൃത്യമായി വരച്ചിടുന്ന അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഒരു പ്രദേശത്തുകാരൻ എന്ന നിലയിൽ കൂടിയുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനൊപ്പം ഇതൊരു വലിയ നഷ്ടബോധമാണ് ഓർമ്മ വരച്ചുവട്ടിൽ ഉറങ്ങാതെ നമ്മളോടൊക്കെ പങ്കുവെക്കുന്നത്. അത് ഒരു തലമുറ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 1970 കാലഘട്ടങ്ങളിൽ ജനിച്ചു വളർന്ന ശ്രീജിത്ത് ശ്രീവിഹാർ ഏതാണ്ട് 94 ഘട്ടത്തിലേക്ക് വരുന്ന ഞങ്ങളുടെ തലമുറ, ഏറ്റവും ഒടുവിൽ ഈ 21ാം നൂറ്റാണ്ടിൽ ജനിച്ചു വളർന്ന് മുന്നോട്ട് പോകുന്ന സമൂഹം, ഈ പല തലമുറകളുടെ ജീവിത രീതിയിലൂടെ കടന്നു പോകുമ്പോൾ അണുകുടുംബമാകുന്ന, കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബമാകുന്നതും ഒരുപാട് പരിചിതവും സുപരിചിതവും പരിചിതമല്ലാത്തതുമായിട്ടുള്ള വാക്കുകളെയൊക്കെ നാടിനാകെ സമ്മാനിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. എന്തായാലും നാടിന്റെ ഈ പ്രദേശത്ത് നിന്ന്, അത്തോളിയിൽ നിന്ന് ഉജ്ജ്വലമായൊരു എഴുത്തുകാരനായി, ഒരു കവിയായി, പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീജിത്ത് ശ്രീവിഹാറിലൂടെ നാളുകളിൽ അത്തോളി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അടയാളപ്പെടുത്തലുകൾക്ക് വിധേയമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ ഇത്തരമൊരു കഥയ്ക്കും ബാല്യകാല സ്മരണകൾക്കും കവിതയ്ക്കുമെല്ലാമുള്ള എല്ലാവിധ പിന്തുണയും നേർന്നുകൊണ്ട് എല്ലാ നന്മകളും നേർന്ന് വിജയാശംസകൾ നേരുന്നു. GVHSS അത്തോളിയിലെ ഹിന്ദി അധ്യാപകനും വൈസ് പ്രിൻസിപ്പാളുമായ അനിൽ മാഷ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നു. മാഷെ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാൻ സാദരം ക്ഷണിക്കുന്നു. അത്തോളി ഗാഥാ കോളേജിലെ മുൻ പ്രിൻസിപ്പാളും മൊടക്കല്ലൂർ AUP സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപകനുമായ KT ശശിധരൻ മാസ്റ്ററെ ഗാഥാ കുടുംബത്തിനു വേണ്ടി ആശംസാ ഭാഷണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയ സുഹൃത്തും സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് സഹപ്രവർത്തകരുമായിരുന്ന, ഇപ്പോൾ
കൃഷി വകുപ്പിൽ ജോലി ചെയ്യുന്ന ശ്രീജിത്ത് ശ്രീവിഹാറിൻ്റെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ, ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് അത്തോളിയിലെ പ്രശസ്തമായ ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എൻ്റെ സഹപ്രവർത്തകനായിരിക്കുന്ന ആ സമയം അദ്ദേഹം എടുത്ത ആ വിഷയം, അതിൽ അദ്ദേഹത്തിൻ്റെ ഭാഷാ നൈപുണ്യം, അത് ആംഗലേയ ഭാഷയിലായാലും ശരി മാതൃഭാഷയിലായാലും ശരി വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്ത ഒരു അധ്യാപകൻ എന്നുള്ളതിൽ തന്നെ അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ ചെറിയ സൃഷ്ടികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒഴിവ് വേളകളിൽ ഞങ്ങളുടെ ഓഫീസിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ഡയറി കുറിപ്പുകൾ ഞാൻ ഇന്നും ഓർത്തു പോവുകയാണ്. അതിൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത പല വിഷയങ്ങളെപ്പറ്റിയും എഴുതിയിട്ടുള്ള ചെറിയ ചെറിയ കവിതകളും അതേപോലെ തന്നെ മറ്റ് ഓർമ്മകളൊക്കെ തന്നെ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. അന്ന് തന്നെ ഞങ്ങളെല്ലാവരും സഹപ്രവർത്തകരെല്ലാവരും ഒരുമിച്ച് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇത് ഈ ഡയറി കുറിപ്പിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, താങ്കൾ ഇത് പുറം ലോകം അറിയിക്കണം, എങ്കിൽ മാത്രമേ താങ്കളുടെ എഴുത്തുകാരൻ എന്നുള്ളതിൽ സമൂഹം അറിയപ്പെടൂ എന്നുള്ളത്. അന്നത്തൊക്കെ ശ്രീജിത്ത് മാഷ് ഇതിൽ നിന്നും ഒരു ചിരിച്ചൊഴിഞ്ഞു മാറുകയുണ്ടായി. എന്നാൽ പിന്നീട് സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് അദ്ദേഹം കൃഷി വകുപ്പിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ തന്നെ ഈ ഡയറികൾ തട്ടിക്കുടഞ്ഞ് എടുത്ത് വീണ്ടും ഈ എഴുത്തിലേക്ക് കടന്നു വരികയുണ്ടായത്. തീർച്ചയായിട്ടും ഇപ്പോൾ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ഒന്ന് ഒരു കവിതാ സമാഹാരവും അതേപോലെ തന്നെ മറ്റൊന്ന് സ്കൂൾ ഓർമ്മകളും അദ്ദേഹം ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തോളിക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു ധന്യ മുഹൂർത്തമാണിത്. അദ്ദേഹത്തിൻ്റെ ആ 10 വർഷം മുമ്പുള്ള അല്ലെ 15 വർഷം മുമ്പുള്ള ആ ശ്രീവിഹാറും ഇന്ന് ഈ പുസ്തകം എഴുതിയുള്ള ശ്രീജിത്ത് വിഹാറും രണ്ടാണ്. അദ്ദേഹത്തിന് ഭാവിയിൽ എല്ലാവിധ ഭാവുകങ്ങളും അതേപോലെ തന്നെ പ്രശസ്തമായ പല മേഖലകളിലും അദ്ദേഹത്തിന് എത്തിപ്പെടാനും ഈ എഴുത്തിലൂടെ അദ്ദേഹത്തിന് പല പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടി വരട്ടെ എന്നും ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ലോകം മൊത്തം അടച്ചിടപ്പെടുന്ന ഒരു കാലത്ത് എല്ലാവരും തന്നെ മനസ്സ് തുറന്നിടേണ്ടത് നിലനിൽപ്പിൻ്റെ തന്നെ ആവശ്യമാണ്. ഇത്തരം ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ തണലിടത്തിൽ തിരിച്ചെത്തുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ബാല്യം, കൗമാരം, യൗവനം ഒക്കെ ഓടിക്കളിച്ചതിൻ്റെ ഒരുപാട് ഓർമ്മകൾ തേടി വരികയാണ്. ഒരുപാട് അധ്യാപകരുടെ ശബ്ദങ്ങൾ, അതിൻ്റെ നിശബ്ദ സാന്നിധ്യം, അതേപോലെ തന്നെ ഒരുപാട് കുട്ടികളുടെ സ്നേഹവാത്സല്യങ്ങൾ ഇതേ ഗ്രൗണ്ടിലാണ്
ഞങ്ങൾ ഓടിക്കളിച്ചത്, അതിൻ്റെയൊക്കെ ഓർമ്മകൾ മനസ്സിലേക്ക് തിരികെ വരികയാണ്. എൻ്റെ പുസ്തകം ഓർമ്മ മരച്ചുവട്ടിൽ ഉറങ്ങാതെ എന്നത് എൻ്റെ നാടിനെ, അതേപോലെ തന്നെ എൻ്റെ വിദ്യാലയത്തെ ഒരു പരിധിവരെ അടയാളപ്പെടുത്തുന്ന പുസ്തകമാണ്. 40 വർഷങ്ങൾ മുമ്പുള്ള ഒരു അത്തോളിയുടെ ജീവിതം തുടങ്ങി ഒരു 30 വർഷത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്ന ഓർമ്മകളാണ് ഓർമ്മ മരച്ചുവട്ടിൽ ഉറങ്ങാതെ എന്ന പുസ്തകം. ആ കാലഘട്ടത്തിലെ ജീവിതത്തെ എൻ്റെതായ ഭാഷയിൽ അടയാളപ്പെടുത്തുകയാണ്. ആ പുസ്തകത്തിൻ്റെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളെ തിരികെ മനസ്സാൽ കൊണ്ടുവരുന്ന സമയത്ത് പല ആളുകളെയും വിട്ടുപോകും. അത്തരത്തിലുള്ള പല പാളിച്ചകളും എൻ്റെ പുസ്തകത്തിന് ഉണ്ടെന്ന് ആദ്യമേ പറയട്ടെ. എല്ലാ വ്യക്തികളെയും അടയാളപ്പെടുത്തുന്ന പുസ്തകമല്ല ഇത്. പക്ഷേ എന്നെ തൊട്ടറിഞ്ഞ കുറേ ജീവിതങ്ങളെ എൻ്റെ ഗ്രാമത്തിൻ്റെ വഴികളിലൂടെ, മൊഴികളിലൂടെ അടയാളപ്പെടുത്തുന്ന പുസ്തകമാണ്. അതേപോലെ തന്നെ എൻ്റെ കവിതാ സമാഹാരമായ തീപ്പാതി, വർത്തമാനകാല മനുഷ്യന്റെ ജൈവാവസ്ഥകളോടുള്ള സമരസപ്പെടലും അതേപോലെ തന്നെ ജീർണാവസ്ഥകളോടുള്ള പ്രതിഷേധവുമാണ്. ഒരേ സമയം തന്നെ ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, മറുപകുതി പ്രജ്ഞയിൽ കരികൂശിയ വാവും എന്ന് ചങ്ങമ്പുഴ പറഞ്ഞ രീതിയിൽ കടന്നു പോകുന്ന ഒരു മനുഷ്യ സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ മനുഷ്യ സമൂഹത്തെ അടയാളപ്പെടുത്തുന്ന കുറച്ച് കവിതകളാണ് തീപ്പാതി എന്ന കവിതാ സമാഹാരത്തിലുള്ളത്. എഴുത്തിലേക്ക് ഗൗരവമായ രീതിയിൽ ഞാൻ വന്നിട്ടുള്ളത് 2014 മുതലാണ്. മുഖപുസ്തകത്തില് ഇടം തന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നൽകിയ പ്രോത്സാഹനം, അതേപോലെ തന്നെ എൻ്റെ എല്ലാ എഴുത്തുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അവർ നൽകിയ പ്രോത്സാഹനം, ഇതൊക്കെ തന്നെ വളരെ വിലപ്പെട്ടതാണ്. അവരുടെ സ്നേഹത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും തണലിലാണ് എൻ്റെ പുസ്തകം നിങ്ങളിലേക്ക് എത്തുന്നത്. ഇതുകൂടാതെ നിരവധി വാട്സപ്പ് കൂട്ടായ്മകൾ, ഞങ്ങളുടെ SLC ബാച്ചായിട്ടുള്ള 91 അടിപൊളി, അതേപോലെ തന്നെ അത്തോളിയെ ഒരു ദേശീയ തലത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ സൗഹൃദ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടം, ഇവരൊക്കെ നൽകിയിട്ടുള്ള സ്നേഹവും പ്രോത്സാഹനവും വിലമതിക്കാനാവാത്തതാണ്. അതൊക്കെ എൻ്റെ പുസ്തകത്തിന് പ്രേരക ശക്തിയായി മാറിയിട്ടുണ്ട്. ഇതുകൂടാതെ എല്ലാവരെയും എഴുത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ചില വ്യക്തികളുണ്ടാവും. അവര് മുന്നണിയിലില്ലെങ്കിലും പിന്നണിയിൽ വളരെ സജീവമായിരിക്കും. അത്തരം ഒരാള് എൻ്റെ എഴുത്ത് ജീവിതത്തിലുണ്ട്. അത് പെരുവാണിയം വീട്ടിൽ സുരേട്ടനും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള NK നാരായണ മാഷുമാണ്. നാരായണ മാഷ് ഇന്നില്ല. നാരായണ മാഷയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ എൻ്റെ സ്നേഹപ്പൂക്കളും കണ്ണീർ പ്രണാമവും അർപ്പിക്കുന്നു. അതേപോലെ തന്നെ B ഷാജു, അത്തോളിയിലെ ഈ അടുത്ത് നഷ്ടപ്പെട്ടു പോയ സാംസ്കാരിക രംഗത്തെ അടയാളപ്പെടുത്തലായ B ഷാജു ഏട്ടൻ, അദ്ദേഹമൊക്കെ തന്ന പ്രോത്സാഹനം വളരെ വലുതാണ്. അവരെയൊക്കെ ഞാൻ ഓർമ്മിക്കുന്നു. അതേപോലെ തന്നെ ഈ വിദ്യാലയമുറ്റത്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുടെ ഓർമ്മകൾ, ഒരുപാട് അധ്യാപകരുടെ വാത്സല്യങ്ങളുടെ ഓർമ്മകൾ, തിരുത്തിന്റെ ഓർമ്മകൾ, തുരുത്തിന്റെ ഓർമ്മകൾ, ഇതൊക്കെ കടന്നു വരുന്നുണ്ട്. എല്ലാവരും തന്ന പ്രോത്സാഹനം അത് എന്നും എൻ്റെ അക്ഷരങ്ങൾക്ക് കൂട്ടായി നിലനിൽക്കുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അതുകൂടാതെ ഈ പലപ്പോഴും എഴുത്ത് എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമായ ഒരു പ്രക്രിയയാണ്. നമ്മുടെ മനസ്സെല്ലാം അതിൽ അർപ്പിക്കേണ്ടി വരുന്ന ഒരു പ്രക്രിയ. ആ സമയത്ത് തന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ അവര് പലപ്പോഴും ആത്മസംഘർഷങ്ങളിലൂടെ കടന്നു പോകും. എൻ്റെ നേർപ്പാതിയായിട്ടുള്ള എൻ്റെ ഭാര്യ അമ്പിളി ആയാലും അച്ഛനമ്മ ഒക്കെ ആയിക്കഴിഞ്ഞാലും ശരി, പലപ്പോഴും ഈ എഴുത്തുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താന്ന് പറഞ്ഞാൽ ഏതൊരു സൃഷ്ടിക്ക് പിന്നിലും വലിയ ഒരു അധ്വാനം അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു സംഘർഷം എപ്പോഴും ഉണ്ടാകും എന്നതുപോലെ തന്നെ ഈ പുസ്തകങ്ങളുടെ പിന്നിലും അത്തരത്തിലുള്ള ആത്മസംഘർഷങ്ങൾ പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രോത്സാഹനം തന്നിട്ടുള്ള വളരെ പ്രിയപ്പെട്ട എൻ്റെ പുസ്തകം ആദ്യമായിട്ട് പുസ്തക രൂപത്തിലാവുന്നതിന് കാരണക്കാരനായിട്ടുള്ള KC ജിൻ, അദ്ദേഹത്തിന്റെ പ്രൂഫ് റീഡിങ്, പിന്നെ അതേപോലെ തന്നെ iBooks, ഇതുകൂടാതെ ആദ്യ വായനക്കാരൻ എന്ന നിലയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട പൈമ്പ്രയുള്ള ഷാജിയേട്ടൻ, അദ്ദേഹം തന്ന ഈ പ്രോത്സാഹനവും തിരുത്തുമൊക്കെ വളരെ പ്രധാനമാണ് ഒരു പുസ്തകം ആളുകളിലേക്ക് എത്തിക്കുന്നതിന്. പ്രത്യേകിച്ച് 30 വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ഗ്രാമത്തിന്റെ ചരിത്രം വിളിച്ചു പറയുന്ന സമയത്ത് അതിൽ
ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ പലരും കണ്ടെത്തുകയും തിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഞാൻ ഒരു അർദ്ധവിരാമത്തിലാണ് എൻ്റെ പുസ്തകം നിർത്തിയിരിക്കുന്നത്. പോകുവാൻ ഒരുപാട് ദൂരമുണ്ടെന്നറിയാം. ഇനി പുസ്തകം നിങ്ങളിലേക്ക് എത്തുകയാണ്. പി കുഞ്ഞിരാമൻ നായർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മാനാണ്. അദ്ദേഹം തൻ്റെ കൈവല്യമായിട്ടുള്ളത് മറ്റുള്ളവരിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് യാത്ര പോകുമെന്ന്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പുസ്തകം ഒരുപക്ഷെ ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് ആളുകളുടെ കയ്യിലായിരിക്കും എത്തുന്നത്. ഞാൻ ഇന്നുവരെ കേൾക്കാത്ത ആളുകളുടെ കയ്യിലായിരിക്കും എത്തുന്നത്. എവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാലും ശരി, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാല്യത്തിലേക്കുള്ള ഒരു കൈവഴി തുറക്കുകയാണെങ്കിൽ, നിങ്ങളെ ബാല്യത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ, അത് ആണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് സംഘർഷങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് തൻ്റെ കുട്ടിക്കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഒരു പ്രേരണ ഓർമ്മമര ചുവട്ടിൽ ഉറങ്ങാതെ നൽകുന്നുണ്ടെങ്കിൽ, ഈ വിദ്യാലയത്തെ സാക്ഷി നിർത്തി, ഇവിടുത്തെ ഒരുപാട് നിശബ്ദ ശബ്ദങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ധന്യമായ മുഹൂർത്തം നിങ്ങൾ അത് വായിച്ച് നിങ്ങളിൽ അതിൻ്റെ ആത്മനിർവൃതി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ കവിതാ സമാഹാരമായാലും ശരി, ആ 2 പുസ്തകങ്ങളും നിങ്ങൾ നിറകയ്യോടെ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്നേഹാദരങ്ങളോടെ, ഹൃദയാദരങ്ങളോടെ പ്രിയ സുഹൃത്തുക്കളെ, നന്ദി. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളാണ്. ഒന്ന്, മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള VR സുധീഷ്, മലയാളത്തിലെ പ്രിയ കവി VT ജയദേവൻ, പിന്നെ iBooksന്റെ എല്ലാമായിട്ടുള്ള ദീപ ടീച്ചർ, പിന്നണിയിലുള്ള രാമേന്ദ്രേട്ടൻ, ഇവരെയൊക്കെ തന്നെ, അതുകൂടാതെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ജയകൃഷ്ണൻ മാസ്റ്റർ, പിന്നെ നമ്മുടെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള, എന്നാൽ എൻ്റെ അനുജൻ തന്നെയായിട്ടുള്ള KM അഭിജിത്ത്, കൂടാതെ എൻ്റെ ഗാഥാ കുടുംബത്തിലെ സാരഥിയായിട്ടുള്ള KT ശശിധരൻ മാസ്റ്റർ, ഇവരെയൊക്കെ ഹൃദയാദരങ്ങളോടെ ഞാൻ ഈ വേദിയിൽ സ്മരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായി വർത്തിക്കുന്നതാണ് നമ്മുടെ ഓഫീസും അതേപോലെ തന്നെ പരിസരവും. കോഴിക്കോട് ജില്ലയിലെ കൃഷി വകുപ്പ് ഓഫീസും അതേപോലെ തന്നെ സിവിൽ സ്റ്റേഷനും അവിടുത്തെ സൗഹൃദ വലയങ്ങളും, അവരൊക്കെ തന്നിട്ടുള്ള പ്രോത്സാഹനം എഴുത്തിലായാലും കവിതയിലായാലും പാട്ടെഴുത്തിലായാലും ഒക്കെ തന്നെ വളരെ വലുതാണ്. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളായ സജിത്ത്, രാമചന്ദ്രേട്ടൻ, അങ്ങനെ അവരൊക്കെ നൽകിയിട്ടുള്ള വലിയ പ്രോത്സാഹനം എൻ്റെ എഴുത്തിന് വളരെ പ്രചോദനമായി മാറിയിട്ടുണ്ട്. ഇതുകൂടാതെ എൻ്റെ കവിതകൾ യൂട്യൂബ് വഴി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വളരെയധികം ശബ്ദ സാന്നിധ്യമായി പ്രവർത്തിച്ചിട്ടുള്ള സജീവ്, രേഷ്മ, അതേപോലെ തന്നെ കൈലാസ്നാഥ് മുതലായ കുട്ടികൾ, പിന്നെ അതുകൂടാതെ എൻ്റെ എല്ലാമായിട്ടുള്ള ഹരികൃഷ്ണൻ VG, ദീപിക അനീഷ്, ഇവർക്കൊക്കെ എൻ്റെ എഴുത്ത് ജീവിതത്തിൽ വളരെ വലിയ പങ്കുണ്ട്. അവരോടുള്ള സ്നേഹം ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇതുകൂടാതെ ഓൺലൈനായിട്ട്, വിർച്വലായിട്ട് ഇത്തരത്തിലുള്ള ഒരു ശ്രമം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കിഷോർ മാധവന്റെ ക്യാമറ, അദ്ദേഹത്തിന്റെ അധ്വാനം, അദ്ദേഹത്തിന്റെ സ്നേഹം, ഇതൊക്കെയുണ്ട്. പ്രിയപ്പെട്ട കിഷോർ മാധവനും ഞാൻ സ്നേഹാദരങ്ങളോടെ നന്ദി പ്രകടിപ്പിക്കുന്നു. ഇതുകൂടാതെ കൊയിലാണ്ടിക്കൂട്ടം, അക്ഷരമുറ്റം, ഞങ്ങൾ കൊയിലാണ്ടിക്കാർ, ഇങ്ങനെ ഒരുപാട് എൻ്റെ സൗഹൃദ വലയങ്ങളുണ്ട്. അവർക്കൊക്കെ തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ വേദിയിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും